ഹലോ, എല്ലാവർക്കും ബീഫ് കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമുക്ക് ബീഫ് കറിയാണ് കേട്ടോ. അടിപൊളിയൊരു ബീഫ് കറി. ബീഫ് കഴുകി വാരി അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് വേപ്പിലിട്ടു, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ സവോളയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാനിടാൻ പറയാനായിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് യോജിപ്പിക്കുക. എൻ്റെ സ്പൂണോട് കൈകൊണ്ട് ചെയ്യുമ്പോൾ പുകച്ചിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേണ്ട, സ്പൂണോട് ചെയ്താൽ മതി. കാരണം ഇപ്പോഴത്തെ പിള്ളേരുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തവരുണ്ടേ, അവർക്ക് അങ്ങനെ കൈ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഇപ്പോൾ ജോലിക്കൊക്കെ പോയി വീട്ടിൽ അമ്മമാരായിരിക്കുമല്ലോ അതൊക്കെ ചെയ്യണേ. അപ്പോൾ അവരിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കണ്ട, ഞാൻ പറയുമ്പോൾ തെറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഞാൻ ഇതിപ്പോൾ വയ്ക്കുന്നതിൻ്റെ കുറേ പോരായ്മകളും ഒക്കെ ഉണ്ടാവും. ക്ഷമിക്കുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരും. ബീഫ് കായിട്ട് വെന്തതിന് ശേഷം 2 വിസിലടിച്ചു. 2 വിസിലടിച്ച് വെന്തതിന് ശേഷം ഒരു ചീഞ്ചട്ടിലേക്ക് നമ്മൾ കുറച്ച് സബോള, ഞാനൊരു ചെറിയ സബോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ചെറിയ സബോള എടുത്തു. ഒരു 5-6 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നന്നായി ഇളക്കി മൂത്ത് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ആവശ്യത്തിനുള്ള മുളക്, ഇപ്പം എൻ്റെ എരിവായിരിക്കണമെന്നില്ല നിങ്ങൾക്ക്, അപ്പോൾ അത് കാരണം കൊണ്ട് ആവശ്യത്തിനുള്ള മുളക്, ഒരു കുറച്ച് ഞാൻ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, അതും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കുക്കറിലിരിക്കണ കായും ബീഫും കൂടിയുള്ളത്, കായും ബീഫും കൊണ്ട് ആ കായയിൽ ഇങ്ങനെ നന്നായി നെയ്യൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത് ഈ മൂപ്പിലെ ഇതിലേക്ക് ഇട്ടിട്ട് ചീഞ്ഞിട്ടിലേക്ക് എടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് എല്ലാവിടേക്കും എത്തട്ടെ, എന്നിട്ട് മുളകും അതൊക്കെ, എന്നിട്ടൊന്ന് പതുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് നമുക്ക് എടുത്ത് ചോറ് കൂട്ടി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ.